ഹായ്, PC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഏതാണ്? ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. അടുത്ത ചോദ്യം, ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ, 8. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 8. അടുത്ത ചോദ്യം, ഗ്ലാസ് നിർമ്മാണത്തിനും ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ലവണം ഏത്? ഗ്ലാസ് നിർമ്മാണത്തിനും ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ലവണമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അലക്കുകാരം. ഏതാണ്? അലക്കുകാരം. ഗ്ലാസ് നിർമ്മാണത്തിനും ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ലവണമാണ് അലക്കുകാരം. അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിനാഗിരിയുടെ ശാസ്ത്രനാമം. വിനാഗിരിയുടെ ശാസ്ത്രനാമം എന്ത്? ഉത്തരം ഓപ്ഷൻ സി, എത്തനോയിക് ആസിഡ്. വിനാഗിരിയുടെ ശാസ്ത്രനാമമാണ് എത്തനോയിക് ആസിഡ്. ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.